എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷനായിരിക്കും. എന്നെ തർക്കമില്ലെന്ന് ഞാൻ സൂചിപ്പിക്കുക. നമസ്കാരം. കോർപ്പറേഷൻ ഭരണം കയ്യിൽ നിന്ന് പോയപ്പോൾ തുടങ്ങിയ അസ്വസ്ഥതയാണ് ശിവൻകുട്ടി അദ്ദേഹത്തിന്. ഇനിയിപ്പോൾ നിയമം കൂടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. തിരുവനന്തപുരത്ത് ഇപ്പം KSEBയെയും വാട്ടർ അതോറിറ്റിയെയും വെച്ചാണ് ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നാറിയ രാഷ്ട്രീയം, നാണം കെട്ട രാഷ്ട്രീയ കളി. മാലിന്യ സംസ്കരണം എന്നത് കേവലം ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയോ റീൽ ഷൂട്ടോ ആയി മാറിയിരിക്കുകയാണ്. ഇപ്പം മന്ത്രിപ്പണിയിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശിവൻകുട്ടി അദ്ദേഹത്തിന് തീരെ പറ്റുന്നില്ല. BJPക്കാർ ഭരണം പിടിച്ചതോടുകൂടി ഉറക്കം പോയ അവസ്ഥയാ, സമാധാനം പോയ അവസ്ഥയാ. ഏത് സമയം ഇപ്പോൾ കോർപ്പറേഷൻ്റെ കാര്യത്തിലാണ് അണ്ണൻ്റെ ശ്രദ്ധ. സ്വയം മേയറായിരുന്ന സമയത്ത് ഇത്രയും ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ ചരിത്രത്തിലെങ്കിലും നല്ല മേയർ എന്നുള്ള ഒരു പേര് നേടി ഇടം പിടിക്കായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ശ്രദ്ധ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പാമ്പിന്റെ ശല്യത്തിനു വേണ്ടിയുള്ള പ്രതിരോധ നടപടി എടുക്കുന്നതിന് വേണ്ടി തയ്യാറാവാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ, ശിവൻകുട്ടി അണ്ണ, കുറച്ച് ദിവസം കൊണ്ട് BJPക്കാർ തിരുവനന്തപുരം നശിപ്പിച്ചെന്നുള്ള കരച്ചിലിന്റെ ശക്തി കൂടിയിട്ടുണ്ടല്ലോ. അപ്പോഴേ ആളുകൾക്ക് സംശയം തോന്നിയിട്ടുണ്ടെന്നാ പറയുന്നത്. മുൻ കുഞ്ഞാവയുടെ ഏതോ ഒരു തോന്നിയാസം ഒളിപ്പിക്കാനുള്ള കരച്ചിലാതെന്ന്. കുഞ്ഞാവ പോകുന്നതിന് മുമ്പ് അടുത്ത ഓണക്കാലത്തേക്ക് വേണ്ടി പുത്തരിക്കണ്ട മൈതാനം വെറും 15,000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തെന്നാണല്ലോ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളും കഥകളും പുറത്തു വരുമെന്ന് തമ്പുരാന് തന്നെ അറിയാം. നിങ്ങളുടെ തമ്പുരാനല്ല, ഞങ്ങളുടെ തമ്പുരാന്റെ കാര്യം പറഞ്ഞു. മാലിന്യ സംസ്കരണം എന്നത് കേവലം ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയോ റീൽ ഷൂട്ടോ ആയി മാറിയിരിക്കുകയാണ്. നമ്മുടെ മുഹമ്മദ് റിയാസിക്കൊക്കെ കാണിക്കുന്നത് പോലെ റീലിന് വേണ്ടിയിട്ടല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവരെ ഉത്സാഹിപ്പിക്കൂ ശിവൻകുട്ടി അണ്ണ, ഉത്സാഹിപ്പിക്കേ. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് റീലാക്കാറുണ്ടോ, ഷൂട്ട് ചെയ്യാറുണ്ടോ, നാട്ടുകാരെ കാണിക്കാറുണ്ടോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാറുണ്ടോ? ഒന്നുമില്ലല്ലോ. നമ്മളിതൊക്കെ ചെയ്തെന്ന് നാട്ടുകാരായിട്ട് കണ്ടുപിടിച്ച് തിരിച്ചറിയുമ്പോഴാണ് അറിയുന്നത്. അല്ല നമ്മൾ പരസ്യം എന്ന് പറയുന്ന ഒരു സാധനമേ കൊടുക്കത്തില്ലല്ലോ. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മുഴുവൻ അവതാളത്തിലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അപ്പോൾ സർക്കാരിന് ഇതിനകത്ത് യാതൊരു കയ്യുമില്ല, എല്ലാം കോർപ്പറേഷൻ്റെ കയ്യില്ല. ഇന്നലെ പിന്നെ പറയുന്നത് കേട്ടു, പാമ്പ് കടിയേറ്റുള്ള മരണത്തിന് ഉത്തരവാദി തിരുവനന്തപുരം കോർപ്പറേഷനാണെന്ന്. എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷനായിരിക്കും. എന്നെ തർക്കമില്ലെന്ന് ഞാൻ സൂചിപ്പിക്കുക. അപ്പൊ പല ജില്ലകളിലായിട്ട് ഇങ്ങനെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആളുകളുടെയൊക്കെ വീടിനകത്ത് പാമ്പ് കയറി ചെന്ന് കടിച്ചു കൊല്ലുന്നുണ്ട്. അതിനെല്ലാം ഉത്തരവാദികൾ തിരുവനന്തപുരം കോർപ്പറേഷൻകാരാണോ? സർക്കാരിന് ഈ കാര്യത്തിൽ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അതോ സർക്കാരിന്റെ കൺട്രോളിൽ നിന്ന് കോർപ്പറേഷനും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയൊക്കെ പോയോ? പ്രാഥമിക കടമകൾ പോലും നിറവേറ്റുവാൻ കഴിയാത്തവർ എന്തിനാണ് ഈ കസേരകളിൽ ഇരിക്കുന്നത് എന്ന് ജനങ്ങൾ സംശയിക്കുകയാണ്. കറക്റ്റ് സംശയം. ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത ആളുകൾ എന്തിനീ കസേരയിലിരിക്കുന്നു? അണ്ണ എന്തിനീ കസേരയിലിരിക്കുന്നു? ന്യായമായ സംശയം അണ്ണൻ കണ്ടെത്തിയിരിക്കുന്നു. അതിന് മറുപടിയും കൊടുത്താം. അലംഭാവത്തിന്റെ പര്യായമായി നഗരഭരണം മാറിയിരിക്കുന്നു എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അലംഭാവത്തിന്റെ പര്യായമായിട്ട് സംസ്ഥാന ഭരണം മാറിയിരിക്കുന്നു. ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പിന്നാലെ വരുമെന്നുള്ള പേടിയൊന്നും ഇല്ലേ? എഴുതി തയ്യാറാക്കി തരുന്നവരുടെ അടുത്ത് അതും കൂടെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. പ്രശ്നമില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കാനുള്ള മാർഗങ്ങൾ വേണം എഴുതി പിടിപ്പിക്കാൻ. VV രാജേഷ് എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കിയാൽ തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ തകിടം മറിച്ചത് ആരാണെന്ന് വ്യക്തമാകും. നല്ലൊരു കനമുള്ള ഡയലോഗല്ലേ അവർ എഴുതി തന്നത്. അതെങ്കിലും ഒന്ന് നോക്കി വായിക്കാതെ നേരെ ക്യാമറയ്ക്ക് ഫേസ് ചെയ്ത് VV രാജേഷ് എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കിയാൽ മനസ്സിലാകും തിരുവനന്തപുരം നഗരസഭ കുളമാക്കിയത് ആരാണെന്ന് എന്ന് പറയാനുള്ള ഒരു കരുത്തോലും ഇല്ലാതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതി വായിച്ചിട്ട് അങ്ങേർക്ക് അവിടെ എന്ത് തോന്നാനാ? ഒരു ഫീല് വേണ്ടേ? ഭീഷണിപ്പെടുത്തുമ്പോൾ വഴക്ക് പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവണ്ടേ? അത് കൊണ്ടുപോവാ. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഒരു ഊക്കൻ മറുപടി ഇങ്ങോട്ട് തിരിച്ചു തരുന്ന നിലയിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പൊ പേടിയില്ല. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ ഊക്കൻ മറുപടി ഒന്നും ഇങ്ങ് തന്നു കളഞ്ഞേക്കരുത് എന്നുള്ള അഭ്യർത്ഥനയും കൂടെ വാലുപോലെ ചേർക്കുന്നുണ്ട്. ഗതികേടേ. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഒരു ഊക്കൻ മറുപടി ഇങ്ങോട്ട് തിരിച്ചു തരുന്ന നിലയിലേക്ക് പോകേണ്ട കാര്യമില്ല. അണ്ണ അഭ്യർത്ഥിച്ചിട്ടോ അപേക്ഷിച്ചിട്ടോ ഒന്നും കാര്യമില്ല. VV രാജേഷ് ഇപ്പം സ്ഥാനത്ത് കയറി കഴിഞ്ഞിട്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന്. പ്രസക്തവും അപ്രസക്തവുമല്ലാത്ത വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അതിനൊക്കെ അർഹിക്കുന്ന പുച്ഛവും പരിഗണനയും ഒക്കെ കൊടുത്ത് പലപ്പോഴും അദ്ദേഹം മറുപടികളും തരാറുണ്ട്. ആ ഊക്കൻ മറുപടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്നെണ്ണം വിചാരിക്കേണ്ട, മറുപടി എത്തിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഈ കോർപ്പറേഷൻ ഉടമസ്ഥയുള്ള കടകളൊക്കെ കൈവശം വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇത് ചിലർക്ക് ഒഴിയേണ്ടി വരും. കാര്യം തുച്ഛമായ വാടകയ്ക്കൊക്കെ ഈ കടകളെ കൈവശം വെച്ചിരുന്നത്. അണ്ണാ ഊക്കൻ മറുപടിയുടെ കനം ഇത്തിരി കൂടിപ്പോവെന്നാ തോന്നുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഓരോ വർഷവും പിരിഞ്ഞു കിട്ടുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്. വർഷങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 10 വർഷത്തേക്ക് കരാർ കൊടുത്തിരിക്കുകയാണ്.
അതൊക്കെ നിസ്സാര തുകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കരച്ചിലിന്റെ പവർ കൂടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ സംശയിച്ചില്ലേ, മുൻ കുഞ്ഞാവയുടെ എന്തൊക്കെയോ തരികിട പദ്ധതികൾ പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കോർപ്പറേഷൻ. അതിന്റെ പ്രത്യാഘാതം എന്നോണം ഇപ്പോഴേ കരച്ചിൽ തുടങ്ങിയിരിക്കുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചില തടസ്സപ്പെടലുകൾ ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ട്. തടസ്സപ്പെടുമെന്നുള്ള ആശങ്ക വല്ലതും ആയിരുന്നോ ശിവൻകുട്ടിയണ്ണ ഈ പറയുന്നത് പോലെ? എന്താണെങ്കിലും അങ്ങേറെ അണ്ണാക്കിക്കൊണ്ട് വിരലിട്ട് ഇളക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ സ്വന്തം അണ്ണാക്ക് പൊള്ളി വെന്ത് നീറി കരിഞ്ഞല്ല. എന്തായാലും തൽക്കാലം 2030 ഡിസംബറിലെ കാവിലെ പാട്ട് മത്സരത്തിന് നമുക്ക് കാണാം. അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ ഒന്ന് ഒതുങ്ങാൻ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഇവരെയല്ലേ, അതൊന്ന് ഉൾക്കൊള്ളാനാ പറഞ്ഞത് മലയാളത്തിൽ. ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാം എന്നൊക്കെ പറഞ്ഞാൽ ഏത് കാവാന്നൊക്കെ അന്വേഷിച്ച് നടക്കും. അല്ലെങ്കിൽ ആ അന്വേഷണത്തിന് ഉത്തരവിടും. എൻ്റെ പൊന്ന് രാജേഷ് അണ്ണ, നിലവാരമൊക്കെ അനുസരിച്ചൊന്ന് സംസാരിക്കണേ. ഏത് രീതിയിൽ പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവുമെന്നും കൂടെ ഒന്ന് ചിന്തിക്കണേ. ശിവൻകുട്ടി അണ്ണൻ പിന്നെ വലിയ ഡയലോഗൊക്കെ അടിച്ചല്ലോ, കണ്ണാടി നോക്കിയാൽ മനസ്സിലാവും രാജേഷിന് ആരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നശിപ്പിക്കുന്നതെന്നൊക്കെ. അതൊന്നും അങ്ങനെ സ്വന്തമായിട്ട് പറയുന്നതല്ല, എഴുതി കൊടുക്കുന്നതെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് പറഞ്ഞ മനസ്സിലാകുന്ന വിധത്തിലുള്ള ഡയലോഗുകളൊക്കെ പറ. അതുവരെ ജനങ്ങൾ തന്ന വിധി അംഗീകരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പരിഹാസപാത്രമായിക്കൊണ്ടിരിക്കും. കരണീയമായിട്ടുള്ള കാര്യങ്ങളിലല്ലല്ലോ നമ്മുടെ ശ്രദ്ധ. പരിഹാസപാത്രമാകാൻ എങ്ങനെ കഴിയും എന്നതിലാണല്ലോ നമ്മുടെ ഗവേഷണം നടക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ശിവൻകുട്ടിയണ്ണൻ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും, ഊക്കൻ മറുപടികൾ തിരിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇവർക്കിതൊരു പതിവാ. ഞാൻ പറഞ്ഞ ഷോ ഓഫ് കാണിക്കുന്നതാണ്. ജനങ്ങൾക്ക് ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ഷോ ഓഫ് കാണിക്കുന്നതാണ്. ഇത് അത്രത്തോളം അസഹനീയമാണ്. അത്രത്തോളം അസഹനീയമാകാതിരിക്കുവോ പൊന്ന് ചേട്ടാ? എത്ര നാൾ കൈ വെച്ചുകൊണ്ടിരുന്ന സ്വന്തം കുടുംബസ്വത്ത് പോലെ കൈവച്ച് അനുഭവിച്ചുകൊണ്ടിരുന്ന അധികാരമാണ് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ ടാങ്കറിൽ കുടിവെള്ളം ജനങ്ങൾക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ ഷോ ഓഫ് എന്നൊക്കെ പറയും. പക്ഷെ അവർ നടത്തുന്നതൊക്കെ അത്യാവശ്യങ്ങൾ. തോറ്റാൽ വലിയ ഡെക്കറേഷനൊന്നും ഇല്ല, തോറ്റു, ജനങ്ങൾ തോൽപ്പിച്ചു എന്നങ്ങ് സമ്മതിക്കുക. തോറ്റ് തുന്നം പാടി അവസാനിപ്പിച്ചാലും തോറ്റു എന്ന് സമ്മതിക്കത്തില്ല. സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല നമുക്ക്. കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയപ്പോഴേ ഉണ്ടാകുന്ന ഈ മീനിനെ പിടിച്ച് കടലിൽ നിന്നും കരയിലേക്ക് ഇട്ടതുപോലുള്ള ഒരു ശ്വാസം മുട്ടലാണ് അനുഭവിക്കുന്നത്. ശിവൻകുട്ടി അണ്ണ, വല്ല കാര്യം ഉണ്ടായിരുന്നോ? വാങ്ങിച്ചു പിടിച്ചോ? അങ്ങനെ വേണ്ട, അത് ജനങ്ങൾ തീരുമാനിച്ചല്ലേ, ജനങ്ങളുടെ പ്രസ്ഥാനമല്ലേ. അവർ തീരുമാനിച്ച ഭരണസമിതിക്ക് ഒരു 5 വർഷം സമയം കൊടുക്കണം. അയ്യോ, ജനങ്ങളുടെ തീരുമാനത്തിനൊന്നും പ്രസക്തിയില്ല. ജനങ്ങളെ അംഗീകരിക്കാത്തതാണ് ഞങ്ങളുടെ രീതി. ജനങ്ങൾ എന്നുള്ള ഘടകം എന്തിനാ? വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ യന്ത്രങ്ങൾ, അതാണ് ഇവർക്ക് ജനങ്ങൾ. അതിനപ്പുറം ജനങ്ങൾ എന്നുള്ളൊരു പരിഗണനയില്ലാത്ത ആളുകളാ. അതുകൊണ്ട് ജനങ്ങൾ ഇവരുടെ അടുത്ത് പറയരുതേ, ഒരു പ്രയോജനവും ഇല്ല. വല്ല മുതലാളിമാർ എന്ന് പറഞ്ഞു നോക്ക്, ചിലപ്പോൾ എന്തെങ്കിലും കേട്ടെന്ന് വരാം. ഭരണഘടനയിലും നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലും ഒക്കെ തന്നെ ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഭരണഘടനയെന്നും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്നൊന്നും പറഞ്ഞു കളയരുതേ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഡയലോഗുകൾ കേട്ടാൽ അണ്ണന് പിന്നെ ചിരി നിർത്താൻ പറ്റൂല. നമ്മുടെ ഭരണഘടനയും ഒക്കെ എന്തിനാ വെറുതെ മോശമാക്കുന്നത്? വെറുതെ ചിരിക്കുള്ള വിഷയമാക്കുന്നത് എന്തിനാ? പിന്നെ സജിയച്ചാനടുത്തും ആ വിഷയം പറയാൻ പോകണ്ട. രാജേഷണ്ണ, ശിവൻകുട്ടി അദ്ദേഹം എന്ത് പറഞ്ഞാലും അതിനെ തമാശയായിട്ടാണോ കാണുന്നത്? അല്ല, ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാ. ചില കാര്യങ്ങൾ ആസ്വദിക്കണം, ചില കാര്യങ്ങൾ പ്രതികരിക്കണം, ചില കാര്യങ്ങൾ തിരുത്തണം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏതോ രീതിയിലോട്ട് എടുക്കാം. അപ്പൊ ഈ കോമഡിയൊക്കെ ആസ്വദിക്കുകയാണെന്ന് പോരെ? ഊക്കൻ മറുപടി ഒന്നും കൊടുത്ത് ബുദ്ധിമുട്ടിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചിട്ട് വീണ്ടും ഇങ്ങനെ അണ്ണാക്ക് പൊള്ളിച്ചത് മോശമായി പോയി രാജേഷണ്ണ. എന്നാലും ചോദിച്ചു വാങ്ങിച്ചതല്ലേ, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ആ കാര്യത്തിലില്ല. ശിവൻകുട്ടി അണ്ണ തുടരുക, രാജേഷണ്ണ തുടരുക.